ഡിസംബർ 27 വെള്ളിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ. യോഹന്നാൻ 20 അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ ആരാണ്? തീർച്ചയായും അത് യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. മറ്റനേകം കാരണങ്ങളോടൊപ്പം യോഹന്നാൻ പ്രിയപ്പെട്ട അപ്പോസ്തലനാകാൻ കാരണം അവൻ യേശു കുരിശിൽ മരിക്കുന്നതുവരെ അവനോടൊപ്പം തുടർന്നു. വിശുദ്ധ ജോൺ അപ്പോസ്തലൻ സെബദിയുടെയും സലോമിയുടെയും മകനും 12 അപ്പോസ്തലന്മാരിൽ ഒരാളുമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ വർഷത്തിൽ തന്നെ അവനെ അപ്പോസ്തലനാകാൻ വിളിക്കുന്നു. ജോൺ ദി ഇവാഞ്ചലിസ്റ്റ്, ജോൺ ഓഫ് പാറ്റ്മോസ്, പ്രിയപ്പെട്ട ശിഷ്യൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും യോഹന്നാനുണ്ട്. വിശുദ്ധ ജെയിംസ് ദ ഗ്രേറ്റിൻ്റെ അനിയനായിരുന്നു യോഹന്നാൻ. ബോനർഗസ് അല്ലെങ്കിൽ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്നാണ് യേശു ഇവരെ ഇരുവരെയും വിശേഷിപ്പിച്ചത്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതും രക്തസാക്ഷിത്വം മരിക്കാതെ മരിച്ചതും ആയ ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ. പീഡാനുഭവവേളയിൽ രക്ഷകനെ കൈവിടാത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ യോഹന്നാൻ മാത്രമായിരുന്നു. അവനെ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു തൻ്റെ അമ്മയുടെ കാവൽക്കാരനാക്കി. മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാൻ എഫെസസിലേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തെ ഗ്രീക്ക് ദ്വീപായ പാറ്റ്മോസിലേക്ക് നാടുകടത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെയും പുതിയ നിയമത്തിലെ മറ്റ് 4 പുസ്തകങ്ങളുടെയും രചയിതാവാണ്. 3 ലേഖനങ്ങളും വെളിപാടിൻ്റെ പുസ്തകവും യോഹന്നാൻ രചിച്ചു. AD 98 ശേഷം എഫേസസിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും സൗഹൃദങ്ങളുടെയും എഴുത്തുകാരുടെയും രക്ഷാധികാരിയാണ് യോഹന്നാൻ. യോഹന്നാൻ ഒരിക്കലും യേശുവിനെ ഉപേക്ഷിച്ചില്ല. യേശുവിന് വേണ്ടി നിലകൊണ്ടു. അവനോടുള്ള വിശ്വസ്തത കാണിക്കാൻ ഒരിക്കലും ഭയപ്പെട്ടില്ല. അവസാനം വരെ യേശുവിനോടൊപ്പം താമസിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി തെളിയിച്ചു. യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം അതുകൊണ്ടായിരിക്കാം. ഇന്നത്തെ സുവിശേഷ വായന സൂചിപ്പിക്കുന്നത് ഈ ശിഷ്യൻ്റെ യേശുവിനോടുള്ള വിശ്വസ്ത സ്നേഹം മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അവനെ അനുവദിച്ചു എന്നാണ്. പത്രോസും യോഹന്നാനും യേശുവിൻ്റെ ശൂന്യമായ കല്ലറ കണ്ടു. എന്നാൽ അവൻ കണ്ടു വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഈ ശിഷ്യനെക്കുറിച്ച് മാത്രമാണ്. ശൂന്യമായ കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ഈ പ്രിയ ശിഷ്യൻ്റെ കണ്ണുകളാൽ വിശ്വസ്തനും ശാശ്വതമായ കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ കണ്ണുകളാൽ കാണാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനും പ്രത്യാശയില്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യമായ ഇടങ്ങളിൽ പോലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അത്തരം കണ്ണുകൾ നമ്മെ അനുവദിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.